ദിവസമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നത് കുറച്ച് കർക്കിടകഞ്ഞി കുടിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഇത് വഴി പോയപ്പോൾ ഞാൻ ഇവിടെ ദേശീയ ഫാർമസി പോയപ്പോൾ ഒരു കർക്കിടകഞ്ഞിൻ്റെ കിറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കിട്ടിയെന്ന് അറിയോ? ഇതിൻ്റെ അഗ്രഗണ്യായിട്ടുള്ള ഡോക്ടർ ശ്രീ രഞ്ജിനിയാണ്. എന്താണ് ഈ കർക്കിടകഞ്ഞി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർക്കിടകക്കഞ്ഞി കൊണ്ട് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് മഴക്കാലത്താണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കർക്കിടക മാസത്തിൽ മഴ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. ഔഷധക്കഞ്ഞി എന്ന് തന്നെയാണ് നമ്മൾ കർക്കിടകക്കഞ്ഞിയെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഞവരയരിയാണ്. അതോടൊപ്പം ഉലുവ പിന്നെ ചെറുപയർ ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കുക. ഈ ആയുർവേദത്തിൽ ഏറ്റവും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ദശമൂലം എന്ന് പറയുന്നത്. ദശമൂലം അതെ അതെ. അപ്പൊ വാദപ്രധാനമായിട്ടുള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ദശമൂലങ്ങൾ. 10 തരം വേരുകളാണത്. അപ്പൊ അതിന്റെ കഷായത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അത് കൂടാതെയുള്ള പൊടി മരുന്നുകളാണ് നമ്മൾ ഇതിലുള്ളത്. ദശമൂലം നമ്മൾ എല്ലാത്തിലും കോമൺ ആയിട്ട് എല്ലാ മരുന്നുകളിലും ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടുക, പിന്നെ ദഹനശക്തി വളരെ കുറഞ്ഞിരിക്കുക അല്ലെങ്കിൽ താറുമാറായിട്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡൈജഷനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഉദ്ദേശം. ഒരു നേരമാണ് 7 days ആണ് ബേസിക്കലി. പിന്നെ നമുക്ക് കഴിക്കണം. അങ്ങനെ 7 ദിവസത്തേക്കുള്ളതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇല്ല, ഒരു തവണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു ഗുണം കിട്ടില്ല. 7 ദിവസം തുടർച്ചയായിട്ട് ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിലാണ് നമുക്ക് അതിന്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഏറ്റവും മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 14 ദിവസം 21 ദിവസം ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കർക്കിടക മാസത്തിൽ നമ്മൾ ഉപയോഗിക്കും. കർക്കിടക മാസത്തിലാണ്. അല്ലാത്ത മാസം ഉപയോഗിക്കുന്നതിന് വിരോധമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും വരില്ല, കുഴപ്പമൊന്നുമില്ല. അത് നമ്മളിതിൽ ശർക്കരയും തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുക. അത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കണം. ഇതിലില്ലാത്ത കാര്യങ്ങളാണ്. ഉപ്പിടില്ല. ഉപ്പല്ലാതെ മധുരം ഷുഗർ ഉള്ള ആളുകൾക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ മധുരം ഒഴിവാക്കുമ്പോൾ മാത്രം ഉപ്പ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ശർക്കരയും തേങ്ങാപ്പാലും ആണ് അതിന്റെ ഐഡിയൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒഴിച്ചിലൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. കർക്കിടക മാസത്തിൽ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മുടെ കാർ എല്ലാ വർഷവും നമ്മൾ സർവീസ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ശരീരം സർവീസ് ചെയ്യാൻ ഏറ്റവും എടുക്കേണ്ട ഒരു സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ബോഡി ബലം വർദ്ധിപ്പിക്കാനും വേദനകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ശമിപ്പിക്കാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് അരിഷ്ടങ്ങളും ലേഹങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഒഴിച്ചില് 7 ദിവസത്തേക്കുള്ള ഒഴിച്ചില്, കിഴികള്, ധാര അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സും നമുക്ക് അതിനോടൊപ്പം തന്നെ ചെയ്യാം. പാചകം ചെയ്യുന്നത് അത് പല പല കമ്പനികൾക്ക് പല രീതിയാണ്. ഇതിപ്പോ ദേശീയന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റ് പൊടി മരുന്നുകളുണ്ട്. പൊടി മരുന്നിനെ 7 ഭാഗങ്ങളാക്കുക. എല്ലാ മരുന്നുകളെയും 7 ഭാഗങ്ങളാക്കി അതിലൊരു ഭാഗം ഒരു ദിവസം എടുത്തിട്ട് ഒരു ദിവസം എല്ലാവർക്കും ഉപയോഗിക്കാം എന്നാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ദിവസത്തേക്ക് ഓരോ പാക്കറ്റ് വേണ്ടി വരും. പക്ഷേ തുടർച്ചയായ ഉപയോഗമാണ് നമുക്ക് അതിന്റെ മാക്സിമം ബെനിഫിറ്റ് തരിക. ഒരു 7 ദിവസം, 14 ദിവസം, 21 ദിവസം അങ്ങനെയുള്ള രീതികളിൽ. അതോടൊപ്പം തന്നെ അരിഷ്ടങ്ങളും കർക്കിടക ലേഹം എന്ന് സ്പെഷ്യലായിട്ട് ലേഹം അവൈലബിൾ ആണ്. നമുക്ക് ബലം വർദ്ധിപ്പിക്കാൻ. അല്ല, നമ്മള് ആയുർവേദ സാധാ കടകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ അല്ല. അങ്ങനെ അവൈലബിൾ അല്ല. ഏറ്റവും പ്രധാനമായിട്ട് ആയുർവേദ കടകളിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. കാരണം ഇതിൽ ഏറ്റവും കൂടുതലുള്ള മരുന്നുകൾ തന്നെയാണ്, എല്ലാ മരുന്നുകൾ തന്നെയാണ്. മരുന്നില് ഞവരരി, ചെറുപയർ, ഉലുവ എന്നുള്ളതാണ് നമ്മൾ കഞ്ഞിക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ മരുന്നിലാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. മരുന്നിന്റെ പൊടി ഇട്ടിട്ടും ദശമൂല കഷായത്തിനകത്തുമാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. അപ്പൊ അത് മരുന്ന് കഞ്ഞി, ഔഷധക്കഞ്ഞി എന്ന് തന്നെയാണ് അതിന്റെ പേര്. അല്ലാത്ത മാസങ്ങളിലും ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. മഴ കൂടുതലുള്ള സമയങ്ങളിൽ അതെ, അത് ഞാൻ മഴക്കാലങ്ങളിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അഡ്വൈസബിൾ. ഈ വേനൽക്കാലത്തൊന്നും നമ്മൾ അങ്ങനെ അഡ്വൈസ് ചെയ്യില്ല.